നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു സോസ് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കരയിലോട്ട് ശർക്കര മുങ്ങുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു ശർക്കരപ്പാനി എന്ന് പറഞ്ഞത് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ശർക്കരയിൽ കരടൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് പോയി കിട്ടാനാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലോട്ട് വേണ്ടത് നേന്ത്രപ്പഴം. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിത് അരച്ച് വയ്ക്കാം. ഇനി വേണ്ടത് റാഗിപ്പൊടിയാണ്. 250 ml കപ്പിൽ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ ഒരു പച്ചമണക്ക് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ഈ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മളിതുപോലെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലോട്ട് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ടോ അതല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഒക്കെ ആയിട്ടാട്ടോ എടുക്കുക. നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ പഴം ഈ ശർക്കരപ്പാനിയിലിട്ട് വേവിച്ച് വരുമ്പോൾ അത് കറക്റ്റായിട്ട് വരും കേട്ടോ. നന്നായിട്ട് മെൽട്ടായിട്ട് നല്ല സോഫ്റ്റായിട്ട് വരും. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ശർക്കരപ്പാനി മുഴുവൻ ഇതിലോട്ട് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ ഡ്രൈ കോക്കനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം. റാഗിപ്പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയ ശർക്കരപ്പാനി മുഴുവൻ ഇതിലോട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഏകദേശം ഒരു ഇഡ്ലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു പരുവത്തിലോട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് റാഗിയും അതുപോലെ തന്നെ പഴവും നന്നായിട്ട് മിക്സ് ചെയ്ത് വരാൻ പറ്റണം. അത്രത്തോളം ശർക്കരപ്പാനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് ഇളക്കി നോക്കിയിട്ട് പിന്നെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പം 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. നമ്മുടെ മിക്സൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബദാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇപ്പം ഞാൻ ഏലക്കാപ്പൊടി പഞ്ചസാരയിൽ പൊടിച്ച് വെച്ചതുകൊണ്ടാണ് കേട്ടോ വൈറ്റ് കളറിലിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യണ ആ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. സ്നാക്കായിട്ട് മാത്രമല്ല നല്ല സ്വീറ്റ്സ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് മോൾഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു പരന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സ്പാച്ചുല വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബദാമും ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു ഹൽവയുടെ ഒക്കെ നല്ല ടേസ്റ്റൊക്കെ വരും. അതുപോലെ തന്നെ റാഗിയും പഴവും അത് ശർക്കരയൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാവുന്നതാണ്.
നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തോളൂ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.